നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറ്റി പറഞ്ഞാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. ആലമീനിക്ക് അതിന്റെ ഹഖീഖിയാമെന്ന് വെച്ചുകൊടുത്താൽ നദീറാവും റസൂലുള്ളാഹ് സർവ്വ ലോകത്തിനും ഖിയാമത്ത് നാൾ വരെയുള്ള. അപ്പൊ തങ്ങളുടെ ഇൻസാർ തങ്ങളുടെ നായിബീങ്ങൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളിലേക്ക് ഒഴിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞല്ലോ. രണ്ടു കാര്യം ഞാൻ ഒഴിവാക്കുന്നു, കിതാബുല്ലാഹി വഅഹ്ലു ബൈത്തി, അല്ലെ കിതാബുല്ലാഹി വസുന്നത്തി റസൂൽ വസുന്നത്തി റസൂലിഹി വസുന്നത്തി എന്നൊക്കെ പറഞ്ഞല്ല. അപ്പൊ അവരുടെ നായിബീങ്ങളാണ് നമ്മുടെ ആലിമീങ്ങൾ. ആലിമീങ്ങൾ എന്താറി പേടിപ്പിച്ചു നിർത്താൻ പറ്റും അവർക്ക്. ഗ്രാൻഡ് മുഫ്തി ആയതുകൊണ്ട് തന്നെ ലിയകൂന ലിൽ ആലമീന നദീറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞല്ല. അപ്പം ആലമിന് നദീറാവും മുസ്ലിയാര് ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? റസൂലുള്ളാഹിന്റെ നായിബായി വന്നവരാണല്ലോ അവരെല്ലാം. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഏത് പോയാലും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. റസൂലുള്ളാഹി ഇൻദാർ ചെയ്യുന്ന ആളാണ്, റസൂലുള്ളാഹി തബ്ശീർ ചെയ്യുന്ന ആളാണ്, റസൂലുള്ളാഹിന്റെ ഖലീഫമാർ അത് കഴിഞ്ഞിട്ട് താബിഈങ്ങൾ, അത് കഴിഞ്ഞ താബിഈങ്ങൾ, അങ്ങനെയാണല്ലോ. അപ്പൊ ആലമീന എന്താകണം? തഹത്ത ഖദമൈഹിം ആകണം. നമ്മൾ ദ്വാരന്ന് വെറുതെ അല്ലത്. നിങ്ങൾ വിചാരിക്കും ഞാനത് വെറുതെ ദ്വാരുന്നത്, അങ്ങനല്ല. ആലം തന്നെ അവരുടെ കഥമിൻ തഹത്തിൽ വരട്ടെ. അതിപ്പോ ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു. ലോകം അംഗീകരിച്ചു മുമ്പനെ, മനസ്സിലായി? അപ്പൊ അതാണ് എന്റെ അൽഹാസില്. അല്ലാഹു തആല നീ ഉയർത്തട്ടെ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നീന്തറിയാൻ പറ്റും. താക്കീത് അത് പറ്റില്ല, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ലോ. മനസ്സിലായില്ല? അത് നമ്മളെ ഇതാണല്ല. അവർക്ക് സ്വർഗത്തിനെ പറ്റി പറഞ്ഞിട്ട് കൊടുത്ത കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ മന്ത്രിസഭക്കാരനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സ്വർഗം പറഞ്ഞെടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്ത് പറയാ? ഇന്താറേ നിർത്താൻ പറ്റും. അതാണ് അല്ലാഹു തആല പറഞ്ഞത് തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. അവിടെ നദീറൻ, അവിടെ നമ്മൾ ഇത്തിഫാഖം പറയാതെ വേറെ വിഷയം. ലിൽ ആലമീൻ നദീറൻ ആണ്. അതേപോലെ തന്നെ എന്താണ് ബഷീറനും ആണെന്നൊക്കെ പറയാം. കലാമുൽ ഇത്തിബാ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം, നമുക്ക് തരാറില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോയിന്റിന്, ആ പോയിന്റിയത്തിനൊരു പോയിന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് നമ്മൾ പറയുന്നത്. ആ നദീറൻ എന്ന ആ പോയിന്റിന് നമ്മളൊന്ന് നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് മഹാവരുടെ തഹത്തിൽ, നമ്മുടെ ആലിമീങ്ങളുടെ തഹത്തിലാവട്ടെ ലോകം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. മനസ്സിലേ? അത് കഴിഞ്ഞു. അപ്പൊ അദ്ദന അത് കേൾക്കുന്നവർക്ക് ഇനി നമ്മളൊരു അല്ലേ ബാബു മുസന്നിഫ് റഹ്മഹുല്ലാഹ് ഒഴിവായപ്പം മിൻ അർദിൽ ഖിറാഅത്തി ശറഅ ബിദിക്രിൽ മുനാവല. മുനാവലത്തിന്റെ ബാബാണ് പിന്നെ പറയുന്നത്. എഴുതി കൊടുത്തുവിടുക, അല്ലെങ്കിൽ എഴുതിയത് കൊടുത്തുവിടുക. ഞാൻ ഇതൊക്കെ ഞാൻ എന്റെ ശൈഖിൽ നിന്നും കേട്ടതാണ്, ഞാനത് എഴുതി പകർത്തി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയി റിവായത്ത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തുവിടുക. അങ്ങനെ കൊടുത്തുവിടുമ്പോൾ തന്നെ ആ തിൽമീദിന് താലിബിന് എന്ത് ചെയ്യാം? സമീഅത്തു ശൈഖി എന്ന് പറയാം, അഖ്ബറനി ശൈഖി എന്ന് പറയാം, അല്ലെ ഹദ്ദസനി ശൈഖി എന്ന് പറയാം. പക്ഷെ ഹദ്ദസനി ശൈഖി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് വിട്ടു നോക്കി പറയുന്നതും ശൈഖിൽ നിന്നും സമാഇയായ നിലയിൽ കേട്ട് പറയുന്നതും തമ്മിൽ നോക്കും മർത്തബ കേട്ട് പറയുന്നത് തന്നെയാണ് എന്നൊക്കെയാണ് അതിന്റെ അൽഹാസിൽ ഉള്ളത്. കിതാബി അഖിലിൽ ഇൽമി ബിൽ ഇൽമി ഇലൽ ബുൽദാനി വഖാല അനസ് റളിയല്ലാഹു അൻഹു നസഖ ഉസ്മാനൻ അൽ മുസ്ഹഫ, ഉസ്മാനു അൽ മസാഹിഫ, മുസ്ഹഫകളെ നസഖ ചെയ്തെടുത്തു, പകർത്തി എഴുതി. അതായത് സയ്യിദ് ബിൻ സാബിത്ത് തങ്ങളും അബ്ദുല്ലാഹ് ബിൻ സുബൈർ തങ്ങളും സഈദ് ബിൻ നാസിർ തങ്ങളും ബദറുറഹ്മാൻ ബിൻ ഹാരിസ് തങ്ങളും അവരോടാണ് പകർത്താൻ പറഞ്ഞതൊക്കെ. അപ്പൊ അവരോട് പകർത്താൻ പറഞ്ഞത് ഏതിനെയാണെന്ന് ചോദിക്കും.
അവരോടെ പകർത്താൻ പറഞ്ഞത്. പകർപ്പിന് ഒരു പകർപ്പ് കോപ്പി വേണ്ടേ, പകർപ്പ് മിൻഹു വേണ്ടേ, ഒരു പകർപ്പും മിൻഹു വേണ്ടേ. അപ്പൊ പകർപ്പും മിൻഹു അവിടെ ഉണ്ട്. അപ്പൊ അതിനെ ആസ്വദിച്ചുകൊണ്ട് ഇതാണ് എഴുതാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എന്തു പറയാം, മുനാവലത്ത് ചെയ്ത് അവിടെ കിതാബത്തിനെ ആസ്വദിച്ചു എന്ന് പറഞ്ഞൂടെ, അവിടെയുള്ള കിതാബിനെ ആസ്വദിച്ചുകൊണ്ടാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞൂടെ, തിരിഞ്ഞല്ല. അപ്പൊ അതീതും ബാബുമായിക്കൊണ്ട് ബന്ധമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ദലാലത്തു ഹാദൽ ഹദീദി, ഈ ഹദീദിന്റെ ദലാലത്ത് എന്താണ്? അലാ തജ്വീസി റിവായത്തി ബിൽ മുഖാത്തബത്തി ബയ്യിനുൻ ഗൈറു ഖഫിയ്യിൻ ലഅന്ന ഉസ്മാന അമറഹും ബിൽ ഇഅ്തിമാദി അലാ മാ ഫീ തിൽകൽ മസാഹിഫി. ഇതിനെ എഴുതി കൊടുത്തുവിടാനല്ല, ഈ പകർപ്പിനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഒന്ന് മക്കയിലേക്ക് കൊടുത്തുവിട്ടു, മറ്റൊന്ന് ഷാമിലേക്ക്, മറ്റൊന്ന് യമനിലേക്ക്, മറ്റൊന്ന് ബഹ്റൈനിലേക്ക്, മറ്റൊന്ന് ബസറയിലേക്ക്, മറ്റൊന്ന് കുഫയിലേക്ക്. അപ്പൊ ഇവിടുന്ന് കൊടുത്തുവിട്ട ആ കോപ്പികൾ അവിടുന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയും നമുക്ക് പറയാമല്ലോ, ഈ കിതാബത്തിന് അവിടുത്തെ ഇവിടുന്ന് അവിടെ കൊടുത്തുവിട്ടതാണ്, അതിനവരെന്ത് ചെയ്യുന്നു, അവിടെ മുനാവലത്ത് നമുക്ക് പറയാം. മനസ്സിലായില്ല? ഈ ഇജാസത്ത് അവിടെ കൊടുത്തുവിട്ടാണല്ലോ. അപ്പൊ എന്നിട്ട് അവര് അവിടെ പറഞ്ഞു കൊടുത്താണല്ലോ. അപ്പോൾ ഇജാസത്തും മുനാവലയിലും അപ്പൊ എന്താണ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുന്നതിനും, ഈ സർട്ടിഫിക്കറ്റ് ആയിഷ മസ്ജിദിൽ പോയി മേടിച്ചാലും എവിടുന്ന് മേടിച്ചാലും എന്തുണ്ട് അതിന് അസാരത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞതിന്റെ മായന അത് മനസ്സിലാക്കി വെക്കും. പിന്നെ അപ്പൊ ഇതിനൊക്കെ ആസ്വദിച്ചതായിട്ട് ഇമാം മാലിക് തങ്ങളൊക്കെ അതിനൊക്കെ എന്ത് ചെയ്തേക്കാണ്, ആസ്വദിച്ചതും സപ്പോർട്ട് ചെയ്തൊക്കെ അവിടെ പറയുകയും ചെയ്തു. പിന്നെന്താണ്, അബ്ദുല്ലാഹിബ്നു ഉമറ വയഹ്യ സഈദ് മാലിക്കുൻ ദാലിക, ഈ പറഞ്ഞതിനെ മുനാവലത്തും ഇജാസത്തും അതിനെ എന്ത് ചെയ്തു, ദാലിക്കുമാന്ന് പറയാ. ദാലിക്ക എന്ന് പറഞ്ഞതൊക്കെ അവാനും ബൈന ദാലിക്ക എന്ന് പറഞ്ഞു ഖുർആൻ ശരീഫിനെ പറ്റി. മാതുക്ക ഫാരിദും ബിക്കുറും പറഞ്ഞിട്ട് അവാനുൻ ബൈന ദാലിക്ക എന്ന് പറഞ്ഞു. അതേപോലെ ഒരു ദാലിക്ക പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഈ ദാലിക്ക മാതുക്കറയിലേക്ക് വെച്ചാൽ അമ്മ വന്നാലും കുഴപ്പമില്ല. ജായിസൻ എവിടെ വഹത്തച്ച ബഅദു അഗ്നിൽ ഇജാസി, ബഅദു ഇജാസിൽപ്പെട്ട ആളാണ് മുസന്നിഫിന്റെ ശൈഖാകുന്നു ഹുമൈദി തങ്ങളൊക്കെ. ഹദ്ദത്തിന് ഹുമൈദി എന്ന് പറയത്തില്ല, അവരൊക്കെ അതിൽപ്പെട്ടവരാണ്. ഫിൽ മുനാവലത്തി ബിഹദീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈദു കത്തബലി അമീരി ശരീഅത്തി, ഒരു ശരീഅത്തിനെ പറഞ്ഞു വിട്ടപ്പോൾ ഒരു കിതാബ് എഴുതി കൊടുത്തുവിട്ടു, ഈ കിതാബ് ഇന്ന സ്ഥലത്ത് പോയിട്ടേ വായിക്കാവൂ. കിതാബൻ വഖാല ലാ തഖറ ഹത്താ തബ്ലുഗ മക്കാന കദാ വകദാ. അണ്ടാ ഫലമ്മ ബലഗ ദാലിക്കൽ മക്കാന, ആ സ്ഥലത്ത് ആ അമീർ എത്തിയപ്പോഴേ വഹുവ നഖ്ലത്തുൻ ബൈന മക്ക വത്വൈഫ് ഖറഅഹു അലന്നാസി വഅഖ്ബറഹും ബിഅംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അണ്ടാ ഇപ്പൊ തങ്ങൾ എഴുതി കൊടുത്തു വിട്ടത് അവിടെ പോയി വായിച്ചു, ആ കിതാബിലുള്ളതനുസരിച്ച് എന്ത് ചെയ്തു, അമൽ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവന്റെ സന്നദ്ധ വരുമ്പോ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും ഊസിക ബി തഖ്വല്ലാഹ്. പിന്നെയോ ആ സന്നദ്ധനകത്ത് അങ്ങനെയൊക്കെ ഇല്ലേ. പിന്നെ സുന്നത്തെ മാറ്റത്തിനനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ അതിനകത്തൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ആ സനത് നഷ്ടപ്പെട്ടു. അതിനകത്ത് പറഞ്ഞതനുസരിച്ച് ചെയ്തില്ല പിന്നെ സനദിന് ഫായതില്ല. സനതുണ്ടെന്ന് കാര്യമുണ്ട്, സനതുണ്ടായിട്ട് മതി. സനദിനകത്ത് അവർ പ്രത്യേകം എഴുതും ഉസ്താദ്മാര്. എന്നിട്ട് പറയും കൂടെ വടിയായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ, നമ്മൾക്ക് പഠിപ്പിച്ചാന്നൊക്കെ അങ്ങ് പഠിപ്പിച്ചാന്നുള്ളു, ഇനി നിങ്ങൾ നന്നായിക്കണമെന്ന് പറയാം. ഇനിയും നന്നായില്ല പിന്നെ എന്നാ നന്നാവുന്ന. ബുഖാരി ശരീഫ് വന്ന മൗലവിമാര് ജമാഅത്ത് സുബഹികരിച്ചായിട്ട് പിന്നെ സുബഹികരിച്ചില്ല പിന്നെ എന്തിനു വന്നു ഏഴായാസിന് ഇല്ലേ അസലമേ ഞാനൊക്കെ സുബഹികരിക്കും, എന്നാലും നമ്മൾ ഇന്ന് ഉറങ്ങിക്കോളും, കുഴപ്പമില്ല. അത്തയ്യാത്ത് പൂർത്തിയാക്കി വന്ന മുത്തലിം മേൽക്കരവരുണ്ട് സുബഹിക്ക്. പിന്നെ നവാസ എല്ലാരും ഉറങ്ങുന്നു, പൂർത്തിയാക്കുന്നതല്ല. അങ്ങനല്ലേ? എന്താ എന്താണ് ഇങ്ങനത്തെ മുസ്ലിംമാരെ? നിങ്ങൾ നന്നാവണ്ടേ? നിങ്ങൾ നന്നാവാനല്ലേ നമ്മളാഗ്രഹം. നിങ്ങൾ മോശമാകുന്നത് നമുക്ക് മോശമല്ലേ? അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിൽ അവിടെ പോയി വായിച്ചു, കത്തനുസരിച്ച് പ്രവർത്തനം ഉണ്ടായി. അവിടെ എല്ലാം കിതാബ് തങ്ങൾ എഴുതി കൊടുത്തതാണ്, അവിടെ മുനാവലത്തുണ്ട് എന്നൊക്കെ നമുക്ക് ആദ്യം നിന്ന് കിട്ടി. حدثنا إسماعيل بن عبد الله قال حدثني إبراهيم بن سعيد بن صالح
عن ابن شهاب عن عبيد الله بن عبد الله بن عتبة പിന്നെ പറയും ഇബ്നു മസ്ഊദ് അൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അഖ്ബറു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅത ബികിതാബിഹി റജുലൻ വഅമറഹു അൻ യദ്ഫഅഹു ഇലാ ആ റജുലിന്റെ പേരിനകത്ത് പറയുന്നില്ല, അബ്ദുല്ലാഹ് ഇബ്നു ഉദാബ തങ്ങളാണെന്ന് പറയുന്നുണ്ട് കേട്ടാ. അബ്ദുല്ലാഹ് ഇബ്നു ഉദാബ തങ്ങളാണെന്ന് ഇമാം ബുഖാരി തന്നെ പറയുന്നുണ്ട്. കമാ സുമ്മിയ ഫിൽ മഗാസി മിൻ ഹാദൽ കിതാബ്. അല്ല അടുത്ത ആൾ വന്നു. ഇനിയിപ്പോ വിടാനാ, ഓരോരുത്തരൊക്കെ വരും, ഓരോരുത്തർ വരുന്ന ഓരോ ഉദ്ദേശമായി ഈ ഇരിക്കുന്നവരൊക്കെ പറഞ്ഞുവിടാൻ വേണ്ടി വരികയാണ്. എന്താണ് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ ഇനി പോകാൻ സമയം, ഇനി ഞാൻ ഇരുന്നോട്ടത്. എന്താണ് ഏതെല്ലാം കോലത്തിലുള്ള കൗമിനെ കണ്ടാൽ മരിക്കാൻ പറ്റും പഠിച്ചവരാണ്. കമാസുമ്യ ഫിൽ മഗാസിന് മഗാസൊക്കെ കുറെ കഴിഞ്ഞേ വരുള്ളൂ. അവിടെ മൂപ്പര് പേര് അബ്ദുല്ലാഹ് ഇബ്നു ഉദാബ തങ്ങളുടെ കയ്യിലായി കത്ത് കൊടുത്തു വിട്ടേന്ന്. അത് ഊതിക്കോണി. അതിന് മഹാനായ മുസ്ലിം തങ്ങൾ ഈ റജലിനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതെ. എന്താ ആ റജലിന്റെ പേര് മഹാനായ ഇമാം ബുഖാരി കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞു വെക്കണ്ട, അവിടെ സ്ഥലമൊന്നും എഴുതി കൊടുക്കണ്ട. ഓരോ പേര് ഓരോ തന്നെ പറയുന്നുണ്ട് എവിടെ, ഈ കിതാബിൽ തന്നെ. അപ്പൊ അതാണ് ബുഖാരി അവലും അധികം ആർക്കും ഓതാനിക്കാൻ പറ്റില്ല മനുഷ്യന്മാർക്ക്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അദീമിൽ ബഹ്റൈൻ, അദീം എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ലോകത്ത് അല്ലാഹു തആലക്ക് മിൽക്കും സൽത്തനത്തും കുഫാരിങ്ങൾക്കില്ല. അതുകൊണ്ട് അയാളെ പറ്റി അദീം എന്ന് പറഞ്ഞത്. അയാള് കൊടുത്തു, ഇല കിസ്റയിലേക്ക് കൊടുത്തു. ഫലമാ ഖറവ, അയാൾ ഓതിയപ്പോ അതിനെ പിച്ചി ചീന്തിക്കളഞ്ഞു. എന്താ ഫഹസിബത്തു, ഞാൻ ഭാവിക്കുന്നു, അന്ന ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് ഖാല, പറഞ്ഞതായിക്കൊണ്ട് ഫാദിന് മുമ്പ് കുറെ കലാമിനെ കളഞ്ഞിട്ടുണ്ട്. അയാൾ പിച്ചി ചീന്തി കളഞ്ഞു. ആ വിഷയം തങ്ങൾക്ക് എത്തിയപ്പോൾ തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. തങ്ങൾ ദുആയിരുന്നു. ഫദഅ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുമസ്സഖു കുല്ല മുമസ്സഖിൻ. അത് റഹ്മത്തിനെതിരാവില്ലേ, റഹ്മത്തുൽ ലിൽ ആലമീനക്ക് എതിരാവുന്നല്ല, റഹ്മത്തിന് എതിരല്ല. അത് ബാക്കിയുള്ളവരെ നന്നാക്കുക എന്നുള്ള റഹ്മത്താണ് അതിനകത്തുള്ളത്. മഹാമാല കത്ത് ചീന്തിയാല്, മഹാമാല വല്ലത് എഴുതി കൊടുത്തു വിട്ടാല് അതിനെ പുച്ഛിച്ച് തള്ളിയാല്, സനദിനെ പുച്ഛിച്ച് തള്ളിയാല് അത് ആക്കിബത്ത് നന്നായി പോവും, ആക്കിബത്ത് കേടായി പോവും. അപ്പം അത് ഭയപ്പെടുത്തി അറിയിക്കലിന് പുറമെ ബാക്കിയുള്ളവർ നന്നാക്കലും കൂടിയാണ്. അതതിന്റെ മേന. അത് റഹ്മത്ത് പറയുമ്പം നരകത്ത് ഒന്നുകിൽ നരകം ഇമ്മായിയൊക്കെ രണ്ടാലൊന്നും മതി എന്ന് പറയില്ല ആശ്രത്തിൽ. കുറച്ചോനെ ഞങ്ങളെ ഈ വേർപ്പിലിട്ട് പൊക്കല്ലേ അല്ലോ, നരകത്തിൽ പറഞ്ഞു വിടാൻ വേണ്ടിയില്ല. അപ്പൊ അവിടെ റസൂലിനെ ഇടപെടുന്നില്ലേ? ഇടപെടുന്നത് നരകത്തിൽ പറഞ്ഞു വിടാനാ? അതൊരു റഹ്മത്ത് തന്നെയല്ലേ? റഹ്മത്ത് എന്ന് പറയുന്നത് അത് നിസബിയ മുറുകളല്ലേ, അത് മനസ്സിലാക്കണം. കോഴി ഇറക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം റഹ്മത്തല്ലേ? അപ്പൊ കോഴി ഇറക്കും പറയട്ടെ. അത് ഒന്നിനെ കൊല്ലിയല്ലോ, അപ്പൊ പറയാൻ പാടുണ്ടോ? ബാക്കിയുള്ളവർക്ക് ഹലാലായി കൊടുക്കാനല്ലേ അത് പറഞ്ഞു. അപ്പൊ അത് റഹ്മത്തുൽ ലിൽ ആലമീനാവുക എന്നതിന് എതിരൊന്നും അല്ല. ആ തംസീഖും അവർക്ക് വേണ്ടിയുള്ള ദ്വാരപ്പ്, അത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ് എന്നൊന്ന് ഈമാൻപ്പെട്ടതാണ്. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പിച്ചു ചീന്തുന്ന സന്ദർഭത്തിൽ ഒരു ദേഷ്യം പിടിക്കണ്ടേ? അവിടെ സോപ്പിട്ട് നടന്ന പിന്നെ അങ്ങനെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തല്ലേ, അത് ഇസ്ലാമിന്റെ ഒരു ഷിആറല്ലേ? ആ ഷിആറിനെ അവർ നിന്ദിച്ചതല്ലേ? ഇസ്ലാമിന്റെ ഷിആറിനെ നിന്ദിച്ചവർക്ക് അനുകൂലമായത് വരക്കല. തിരിഞ്ഞോ? അപ്പൊ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മള്. ഇവിടെ ഇപ്പം നമ്മുടെ വിഷയം കേട്ടാ, നമ്മുടെ വിഷയം ഇതാണ്. വജൂദലാലത്ത് മിനൽ ഹദീദി കമാ ഖാല അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖ്റഅൽ കിതാബ അലാ റസൂലിഹി. ഈ കത്ത് അവിടെ കൊണ്ടു കൊടുക്കാനേ പറഞ്ഞുള്ളൂ. അബ്ദുല്ലാഹ് ഇബ്നു ഉദാബ തങ്ങൾ കൊണ്ടുവയ്ക്കും, അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. തങ്ങൾ ഓതി കൊടുത്തൊന്നുമില്ല. അവിടെ ഓതി കൊടുത്തോ?
താലിബിന് ഓതി കൊടുത്തിട്ടില്ല, അത് കൊണ്ട് കൊടുക്കുകയല്ല. അപ്പൊ അതനുസരിച്ച് അവിടെയുള്ള മുഖത്തുള്ള അവരവർ ചെയ്യും. തിരിഞ്ഞില്ലേ? അതാണ് ഇവിടെ വിഷയം. മുനാവലത്ത് അല്ല വലാക്കിൻ നാവലഹു ഇയ്യാഹു വഅജാസ ലഹു യുസ്നിദ മാ ഫീഹി അൻഹു. ഇതിനകത്തുള്ളത് അവിടെ കൊണ്ട് എത്തിക്കുക എന്നല്ല പറഞ്ഞു കൊടുത്തതിന്റെ അർത്ഥം അതാണല്ലോ. ഈ കത്തിൽ ഞാൻ പറയുന്ന വിവരങ്ങൾ അവിടെ എത്തിക്കുകയാണല്ലേ കൊടുത്തു വിടുക എന്നതിന്റെ ആശയം അതല്ലേ. തിരിഞ്ഞില്ല? വയഖൂലു ഹാദാ കിതാബു റസൂലില്ലാഹ്. അപ്പൊ വയൽസമുൽ മബ്ഊസ ഇലൈഹി, ആരിലേക്കാണോ കൊടുത്തുവിടുന്നത് അവർക്ക് നിർബന്ധമാകും അൽ അമലു ബിമാ ഫീഹി വഹാദിഹി സമറത്തുൽ ഇജാസത്തി ഫിൽ അഹാദീസി. അല്ല حدثنا محمد بن مقاتل أبو الحسن أخبرنا عبد الله بن المبارك قال أخبرنا عبد الله بن المبارك. സഹാബത്തിന് ശേഷം അബ്ദുള്ള എന്ന് പറയുകയാണ് എങ്കിൽ ഇബിൽ ഇത്നാഖ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് ബിൻ മുബാറക് എന്നാണ്. സഹാബത്തിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ 5 പേരുണ്ട് അതിനകത്ത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹ് ബിൻ ഉമർ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? 5 or 4 ഏതായാലും. قال أخبرنا شعبة بن الحجاج عن قتادة عن أنس بن مالك رضي الله تعالى عنه أنه قال كتب النبي صلى الله عليه وسلم كتابا, ഒരു കിതാബിനെ എഴുതി റോമിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ ഔ അറാദായി എത്തുക ഫഖീല ലഹു, എന്നിട്ട് പറയപ്പെട്ടു. അപ്പൊ തങ്ങളോട് പറയപ്പെട്ടു, തങ്ങളത് കിതാബ് തന്നതിൽ ഇത് വേണമല്ലോ, സീല് വേണമെന്നൊക്കെ പറഞ്ഞു. സീലില്ലാതെ വെറുതെ ഒരു കത്തുകൊണ്ട് കൊടുത്താൽ അവർ അംഗീകരിക്കുന്നൊന്നുമില്ല. വെറുതെ പേപ്പർ എഴുതിയിട്ട് കൊണ്ട് കൊടുത്താൽ ഇസുദ്ദീൻ ചെയ്തത്, ഇസുദ്ദീൻ്റെ അടുത്തല്ല, എന്താണ് ഇല്യാസ് സാറിൻ്റെ അടുത്ത് നമ്മള് കൽത്തറ കത്തെഴുതി കൊടുത്തു. ഇല്യാസ് സാറ് മേടിച്ചവിടെ വെച്ച് അത് കത്ത് തന്നിട്ട് എന്തായി? അത് കത്തെന്ന് പറയാൻ പറ്റി, അതിലെടുത്തല്ല കത്തൊന്നുമില്ല. അതുകൊണ്ട് കൽത്തറയുടെ പരിപാടിക്ക് സുന്നത്തെ ജമാഅത്തിന്റെ വലിയ നേതാക്കന്മാരൊന്നും പങ്കെടുത്തില്ല. ഇവിടെ ചാത്തനൂർ കത്ത് കൊടുക്കുന്നതിനൊക്കെ ഒരു മാന്യതയൊക്കെ ഇല്ലയോ? ആരിലേക്കാ കൊടുത്തു കൊടുക്കുന്നതൊക്കെ ഒരു സംഘടനാ സെറ്റപ്പൊക്കെ നോക്കണ്ടേ? അപ്പൊ അതിന് ആധികാരികമായ കത്ത് തന്നെ എഴുതുന്നത്. ഇതൊരു പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് കൂടെ സ്വീകരിക്കാതിരിക്കുക. അതിനൊക്കെ ആധികാരികമായ രീതിയിൽ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണം. അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്, നിയമങ്ങളും വശങ്ങളൊക്കെ ഉണ്ട്. അല്ല വെറുതെ എന്ന് വെച്ചാൽ എന്ത്, അത് വേറെ ആരെങ്കിലും ഇയാൾ ഒപ്പിട്ടുകൊണ്ട് തോന്നുകയാണെങ്കിലോ എന്താ? അപ്പൊ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു, അപ്പൊ പറയപ്പെട്ടു തങ്ങളോട്, അവിടെ പറയപ്പെട്ടു. പിന്നെ കത്തെഴുതുന്നല്ല എഴുതാൻ കൽപ്പിച്ചൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ സീലുണ്ടെങ്കിൽ അംഗീകരിക്കുള്ളൂ. എന്ത് ചെയ്യും? അപ്പൊ പിന്നെ തങ്ങൾ സീലുണ്ടാക്കി കൊടുത്ത്, അപ്പൊ അത് പറയുമ്പോ എന്റെ സീലൊന്നും വേണ്ട, കത്ത് മതിയില്ലെന്ന് പറഞ്ഞിട്ട് കൊടുക്കല്ല. അപ്പൊ പിന്നെ കിബറുണ്ടാവില്ല. അപ്പോഴത്തേക്ക് തന്നെ അനുയായികളൊരു വിഷയം പറയുമ്പോൾ അനുയായികൾക്ക് സമാധാനത്തിന്റെ രീതിയിൽ പറയണം അവരോട്. അല്ലാതെ ഞാൻ വലിയ ആളാണ്, ഞാൻ പറഞ്ഞ ചെയ്താൽ മതി, അങ്ങനല്ല. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പ്രസ്ഥാനിക നേതാക്കന്മാരാണെങ്കിലും അതിനൊരു മര്യാദയും ഒരു ചിട്ടയും അടുക്കൊക്കെ ഉണ്ട്. അനുയായികളുടെ വിഷയം കേൾക്കണം, അനുയായികൾ പറയുന്നതിന് നന്മയുണ്ടോ ഇല്ലോ നോക്കണം. ഇത് അങ്ങോട്ട് ഒറ്റ മാർഗം, അത് പറ്റില്ല, അത് ശരിയല്ല. അതൊന്നും ഹദീദുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ തങ്ങളെ ഇങ്ങനൊരു വിഷയം ഉണ്ടല്ലോ, ഇന്നകും ഈ അറബികളും അജമികളൊക്കെ നായക്കറൂന കിതാബൻ ഇല്ല മക്തൂമൻ, സീലല്ലാതെ സീൽ ചെയ്യാത്ത കിതാബുകളൊന്നും വായിക്കാറില്ല. എന്താ പിന്നെ അങ്ങനെ പത്തകഥ വേണ്ട, തങ്ങളുണ്ടാക്കി. എന്താ പിന്നെ ഒരു സീലുണ്ടാക്കി പറയാം. ഖാത്തമിൻ ഫിദ്ദത്തിൻ, വെള്ളിയാനുള്ള ഒരു മോതിരം ഉണ്ടാക്കി. ഇനി ഈ ബാബു തന്നെ വെള്ളിക്ക് മോതിരം ഇടുന്നതിനെ പറ്റി പറയും. പിന്നെ അത് തന്നെ എന്ത് ചെയ്യും? റസൂലുള്ളാഹിന്റെ മോതിരത്തിന്റെ പീഠം ഇങ്ങനെയാണ് പറഞ്ഞൊരു ബാബിടും. അവിടെ എല്ലാം ഇമാം ബുഖാരി കൊണ്ടുവരും. നഖ്ശുഹു, അതിന്റെ പീഠമാകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതാണ്. മുഹമ്മദ് റസൂലുള്ള ആദ്യം അള്ളാഹു, പിന്നെ മുഹമ്മദ്, പിന്നെ റസൂല്, അങ്ങനെ എഴുതിയത്. അതിനെപ്പറ്റി ചർച്ച ഉണ്ട്. പിന്നെ 3 ആയിട്ട് എഴുതിയ 3 ആയിട്ട്. അതിൽ ആദ്യം എന്തിനു ബന്ധിച്ചു എന്നും രണ്ടാമത് എന്തിനു ബന്ധിച്ചു, താഴെ ഏതാണെന്നും എല്ലാം ഉണ്ട്. താഴെ ഇപ്പൊ ആയപ്പോ അള്ളാഹ് താഴെ ആവില്ല, അതും വേണ്ട, അത് മട്ടയില്ല. അങ്ങനെ അള്ളാഹു ആദ്യം കിടക്കട്ടെ, വായിക്കുന്നതിന് മുഹമ്മദ് റസൂലുള്ളാഹി വെച്ചാൽ മതി. എന്താ അതിനെ എങ്ങനെ എഴുതിയെന്ന് വരെയും ഈ ആലിമികൾ ഭയങ്കര ചർച്ചയിലാണ്.
എന്നാ അത് പറയണല്ലോ. ആലിമീങ്ങളാകുമ്പോ അവരറിവനുസരിച്ച് അവർ പറഞ്ഞില്ലേ പിന്നെ എന്തിനുള്ളൂ അയാളെ. എന്നാ കന്നി അന്നോറ് ഞാനിങ്ങനെ നോക്കുന്നുണ്ടില്ല ബയാന്ന് ഈ ഫീ എത്തിക്കുക. ആ മോതിരം ഇങ്ങനെ തങ്ങളെ കൈക്കണമെന്നിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ടോ വേണ്ട. ഇല്ല ബയാന്ന് ഈ ഹാലക്കൊനി ഫീ എത്തി അത് തന്നെ പരിശുദ്ധമായ കയ്യിലായ നിലയിലാ തിളക്കം. കയ്യിൽ നിന്ന് വെളിയിലെടുത്തിട്ട് അവർ തിളക്കണ്ടാവും. റസൂലിന്റെ മുതലല്ലേ, അത് വേറെ വിഷയം. അത് കയ്യിനോട് മുലാബിസായി നടക്കുമ്പോൾ മുലാമസത്തായി നടക്കുമ്പോൾ അതിന് ഭയങ്കര വമ്പൻ തിളക്കാണ്. മനസ്സിലായില്ല? അതാണ് ഫീ ബയാദി. അത് ഫീ യദിഹിയായ നിലയില്. പിന്നെ യദി എന്ന് പറഞ്ഞത് കുല്ല് പറഞ്ഞ് ജുസു മുറാദാക്കിയത് ഇസ്മാണല്ലോ. അവിടെ ഒരു മജാസാർക്കിന് ഒരു പ്രയോഗം റസൂലുള്ളാഹിന്റെ അതിൽ നിന്ന് കിട്ടിയില്ലെന്ന് വേണ്ട. കയ്യെന്ന് പറഞ്ഞോണ്ട് ഏതാണ്? കയ്യിന്റെ വിരലാണ്, പരിശുദ്ധമായ വിരലിൽ. അല്ലാഹ് കന്നി അന്തൂറ് ഞാൻ നോക്കുന്നുണ്ട് ഇലാ ബയാദിഹി അത് തന്നെ ഫീ യദിഹി അത് തന്നെ കയ്യിലായ നിലയിൽ. അല്ല കയ്യിലായ നിലയിൽ വെച്ചാല് മോതിരം കയ്യിലാണോ കയ്യിൽ മോതിരാണോ? അത് പറഞ്ഞാ നിങ്ങൾ എന്താ വിരല് മോതിരത്തിലല്ലേ, മോതിരം വിരലിലാണോ? ആണോ? ഇപ്പൊ ഇബാറത്തിൽ കൽബുണ്ടെന്ന് നോക്കേണ്ടി വരും. അന്നല്ലിസ്ബഅ പരിശുദ്ധമായ വിരലാണ് ഫിൽ ഖാത്തമി മോതിരത്തിൽ വരുന്നത് ഏതാണ്? പിന്നെന്തല്ല ഖാത്തം ഫിൽ അസ്ബഅ അല്ല. രണ്ടും ഒന്നല്ലേ? അല്ലല്ല, രണ്ടും ഒന്നല്ല. എന്താ കാരണം പറയുന്നത് നിങ്ങൾ? പറയും മോതിരം കയ്യിലാണെന്ന് പറയോ, മോതിരത്തിൽ കൈയാണെന്ന് പറയോ, കയ്യിൽ മോതിരാണെന്ന് പറയോ? കയ്യിൽ മോതിരം എങ്ങനെ വെച്ചാ പറയാം? കയ്യിൽ മോതിരത്തിന് മോതിരത്തിൽ കയ്യാവണമെങ്കിൽ എന്ത് വേണം? ഫീ യദിഹി ആവണ്ടേ? അപ്പൊ ഈ ഭാരത്തിൽ എന്തുണ്ട്? കുൽബുണ്ടെന്ന് മനസ്സിലാക്കണം. കയ്യിൽ മോതിരാകാൻ കയ്യിൽ പിടിച്ചാൽ കൈ മോതിരം എന്ന് പറഞ്ഞൂടെ? പരിശുദ്ധമായ കൈ എവിടെയായി? മോതിരത്തിലായി എന്നതിനർത്ഥം. മോതിരം കയ്യിലല്ല, മോതിരത്തിൽ കയ്യാവോ? അത് എന്താ ഉസ്താദേ വേഗം പറ. ഇബാറത്തിൽ കൽബുണ്ടെന്നൊക്കെ വരും. കന്നി അൻദുറു ഫീ യദിഹി വെച്ചാല് ഫിൽ ഖാത്തമില്ലദീ ഫീ യദിഹി. പോട്ടെ, അതൊക്കെ ഇബാറത്തിനകത്തൊക്കെ ഇബാറത്തിന് കൂലങ്കശമായി ചിന്തിക്കുമ്പോഴേ അവിടെ പലതും പറയാണ്ടാവും. പറയണക്കൊന്നുമില്ല. ഫഖുൽതു ഖത്താദ, ഞാൻ ചോദിച്ചു, ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, മൻ ഖാല നഖ്ശുഹു മുഹമ്മദുൻ റസൂലുള്ളാഹ്, ആരാണ് എന്നോട് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് അതിന്റെ പീഠത്തിലുള്ളത് എന്ന് ആരാ പറഞ്ഞെന്ന്? ഖാല അനസുൻ, അനസ് പറഞ്ഞാണ്. മനസ്സിലായില്ല? ബാബുൻ ഇങ്ങോട്ട് കേട്ടല്ലേ? നിങ്ങളെ ജമ്മുവിന് അടുത്തുണ്ടെന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകാം.